ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ. പിറക്കാൻ പോകുന്ന കുഞ്ഞു മുതൽ ഒരു 90 വയസ്സ് വരെയുള്ള മുത്തശ്ശി വരെ ഈ ലോകത്ത് സുരക്ഷിതരല്ല. അത് നഗ്നമായ ഒരു സത്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ലോകം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഒരുപാട് ചൂഷണത്തിന് വിധേയരാകുന്ന ആൾക്കാരാണ്. ബസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവർ വർക്ക് ചെയ്യുന്ന ഏത് സ്ഥലത്താണെങ്കിലും അതുപോലെ അവരുടെ ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ സ്ത്രീകൾക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാ ആൾക്കാർക്കും പല വിധത്തിലുള്ള ചൂഷണത്തിന് അവർ വിധേയരാകുന്നുണ്ട്. നമുക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യം, അതൊക്കെ ചിലപ്പോൾ നമ്മളൊരു വേറൊരു ട്രോമയിലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് ശരി കണ്ടാലും തെറ്റായിട്ട് തോന്നും. എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് നമുക്ക് തോന്നും, എല്ലാ സ്ത്രീകളും മോശമാണെന്ന് തോന്നും. അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരെയൊക്കെ ഈ പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ കൊണ്ടുവന്ന് ഇരുത്തി സംസാരിക്കാനും സംവാദത്തിൽ ഏർപ്പെടുത്താനും ഒക്കെ കാണിക്കുന്ന ഓൺലൈൻ മീഡിയാസിനോടും ന്യൂസ് ചാനലിനോടും എനിക്ക് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുന്നേ ഇതൊന്ന് കാണും. എന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? ഞാൻ ലെസ്ബിയനാണെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. കാരണം എനിക്ക് ആണുങ്ങളെ ഇഷ്ടമില്ല. ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അയാളുടെ എല്ലാ ചലനവും എല്ലാ മാനസികാവസ്ഥകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. കണ്ടില്ലേ, ഇവരൊക്കെ ആരാ? ഈ ദീപകിന്റെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഞാൻ ഇവരെ പോലുള്ള ഈ അപൂർവ ഇനം ആൾക്കാരെയൊക്കെ ഞാൻ കാണുന്നത്. ഇവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ പോയി കണ്ടു നോക്കി. കുറച്ച് വീഡിയോ കാണേണ്ടി വന്നുള്ളൂ, പിന്നെ കാണേണ്ടി വന്നില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടി. എനിക്ക് ഇവരെ കുറിച്ചൊന്നും ഒരു കാര്യവും പറയാനില്ല. എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നവരുടെ കൂടെയും ഈ സെക്സ് ടോക്ക് നടത്തുന്നവരുടെ കൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ കൂടെയൊക്കെയാണ് നമ്മുടെ ജനങ്ങൾ നിൽക്കുന്നതും അവർക്ക് താഴെ പോയിട്ട് കുറെ കമന്റ് ഇടുന്നതും അവരെ വിമർശിക്കുന്നതും പിന്നെ അവരെ വൈറലാക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ളത്. അവരുടെ പിന്നാലെ ക്യാമറയും പിടിച്ചും മൈക്കും പിടിച്ചും കുറച്ച് ഓൺലൈൻ മീഡിയാസും അതുപോലെ ന്യൂസ് ചാനലുകാരും ഉണ്ട്. എന്തെങ്കിലും ഇതുപോലെ പ്രശ്നം വരുമ്പോൾ സംവാദം എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ചിരുത്തും. ഇവരൊക്കെ തന്നെയാണ് ഈ ചെകുത്താന്മാരെ വളർത്തുന്നത്. ഈ ന്യൂസ് ചാനലിലെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് സംവാദം എന്ന് പറയുന്നത്. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു, തമ്മിൽ ചീത്ത വിളിക്കുന്നു. ന്യൂസ് വായിക്കുന്നവരും വന്നവരും പോയവരും കണ്ടവരും ഒക്കെ ചീത്ത ചീത്ത വിളിക്കാനാണെങ്കിലും കുറച്ച് നിലവാരമുള്ള ആൾക്കാരെ പിടിച്ച് അവിടെ ഇരുത്തിയാൽ പോരെ. അത് മാത്രമല്ല, ഈ അടുത്ത ദിവസം 24 ചാനലിൽ നമ്മളെല്ലാവരും കണ്ടതാണ്, സംവദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നത്. എന്തിനാണ് ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അവിടെ ഇരുത്തി ആ മരിച്ച ദീപകിന്റെ കുടുംബത്തിനോട് വീണ്ടും എന്തിനാ അവരെ ഇങ്ങനെ അപമാനിക്കുന്നത്? അദ്ദേഹം മരിച്ചപ്പോ ഈ അവസ്ഥ, ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ പച്ചയ്ക്ക് കൊന്നേനെ എല്ലാവരും. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലുകാർ കാണിക്കുന്ന ചീപ്പ് ഷോ. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള ആൾക്കാരുടെ പിന്നാലെ മയക്കം പിടിച്ചു പോയി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഈ ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായം, ആ ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് റീൽസ് ഒക്കെ കാണുന്നുണ്ട്. ബസ്സിൽ കയറുമ്പോൾ വേലി കെട്ടി കയറുന്നു, കാർബോർഡ് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നു, പിന്നെ സെൽഫി എടുക്കുന്നു. എന്തൊക്കെ കോപ്രായങ്ങളുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഇറങ്ങുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? സ്ത്രീകൾ ശരിക്കും പണ്ടു മുതലേ ബസ്സിൽ പല ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. പല ഞരമ്പ് രോഗികൾ വന്ന് പലതും കാണിക്കുമ്പോഴാണ് ഇതുപോലുള്ള വീഡിയോസ് വന്ന് അവസാനം ഫേക്ക് വീഡിയോ വരെ എത്തുന്നത്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണിച്ച് തെറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രോത്സാഹനമാണ് നിങ്ങൾ കൊടുക്കുന്നത്. കയ്യും കാലും വെച്ച് മര്യാദയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്താൽ എന്താ കുഴപ്പം? നിങ്ങളൊക്കെ തന്നെയല്ലേ ഇവരെ വളർത്തുന്നത്. പിന്നെ എന്തിന് ഇവരെയൊക്കെ പോയി ചീത്ത വിളിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണം? സത്യത്തിൽ ഇവരൊക്കെ ആരാ?